ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിഷുവും ഈസ്റ്ററും റംസാനും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീണ്ടും തിരക്കുകളിലേക്കൊക്കെ മടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം ഞാൻ 2-3 വീഡിയോകളിലായിട്ട് ഈ പണത്തെക്കുറിച്ചുള്ളൊരു കാര്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു, ഞാനിങ്ങനെ ഈ പണത്തിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, മണിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും നിൽക്കുന്നില്ല, ശമ്പളം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോവുകയാണ്, അതെന്താ ചെയ്യേണ്ടത്, എന്നാ അതിനൊരു പ്രതിവിധി എന്താ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമെന്ന്. നമ്മുടെ കയ്യിൽ പണം നമ്മുടെ കയ്യിൽ നിൽക്കാത്തതിനും കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മളുടെ ചിന്തകളാണ് നമ്മളിലേക്ക് എന്തും നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുതരികയും നമുക്ക് നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്നത് നമ്മുടെ ചിന്തകളാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഒരു എവിടെയെങ്കിലും ഒരു ജോലിയുണ്ടോ, ആ ജോലി നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20,000 രൂപ നമുക്കൊരു മാസം സാലറി ഉണ്ടെന്ന് വിചാരിക്കും, വേണ്ട ഒരു 10 ഉണ്ടെന്ന് വിചാരിക്കും, മാസം സാലറി 10,000 രൂപയാണ് നമുക്കുള്ളത്. നമ്മളിത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഇത് അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് മാസത്തിന്റെ എൻഡ് പോലും ആകുന്നതിന്റെ മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് ആ പണം കംപ്ലീറ്റ് നമുക്ക് തീർന്നു പോവാണ്. പിന്നീട് നമ്മൾ ആരുടെങ്കിലും ഒക്കെ കടം വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും അടുത്ത മാസം സാലറി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത പൈസ എടുത്തിട്ട് ആ കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത് വീണ്ടും ഒരു 12 ആയി കഴിയുമ്പോഴത്തേക്കും ആ കയ്യിലെ പൈസ മുഴുവൻ തീർന്നു പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നിരന്തരം നമ്മുടെ മൈൻഡിൽ നമ്മൾ ഉറപ്പിക്കുക, പറഞ്ഞ് നമ്മൾ ഉറപ്പിക്കുക. നമുക്കിപ്പോൾ 10,000 രൂപ സാലറി ഉണ്ട്, നമ്മളങ്ങ് ഉറപ്പിക്കുകയാണ് നമുക്ക് 9,000 രൂപയെ സാലറി ഉള്ളൂ. നമ്മളോട് തന്നെ പറയുക. നമ്മുടെ വീട്ടുകാർ നമ്മുടെ സാലറി പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരോടും പറയും എനിക്ക് 9,000 രൂപ സാലറി ഉള്ളൂ. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബൈബിളിൽ ഒരു കാര്യം പറയും കേട്ടോ, ഈ ദശാംശം കൊടുക്കണം. ദശാംശം എന്ന് പറഞ്ഞാൽ 10-1, അതായത് 10 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 1 രൂപ ദാനം കൊടുക്കണം എന്നാണ് പറയുന്നത്. 100 രൂപയുണ്ടെങ്കിലും 10 രൂപ ദാനം കൊടുക്കണം. ഇനി വേണ്ട, ദാനം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 100 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ നമുക്ക് അതിനകത്തുനിന്ന് മാറ്റി വെച്ച് നമുക്ക് 90 രൂപ ചെലവാക്കിയാൽ മതി. ഈ 10 ആയിരിക്കണം നമ്മുടെ സേവിങ്സ്. അത് നമ്മൾ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്കോ അനാഥർക്കോ വഴിയിലിരിക്കുന്നവർക്കോ ഒരു നേരം ആഹാരം മേടിച്ച് കൊടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഇരട്ടിയായി നമ്മുടെ കൈകളിലേക്ക് തന്നെ അത് തിരികെ വരികയും ചെയ്യും. നമ്മുടെ ഇത് കിട്ടി കഴിയുമ്പോൾ നമുക്കതിനെക്കുറിച്ചൊരു വ്യക്തമായ പ്ലാനിങ്ങോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഒന്നും കയ്യിൽ പണം നിൽക്കാത്തത്. പിന്നെ അതിനെക്കുറിച്ചുള്ള നമ്മൾ ചെറുപ്പത്തിലേ കേട്ട് വഴകിയ കുറേ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലും സ്റ്റോറായി കിടക്കുന്നത്, അത് പിന്നീട് ഒരു ബൂമറാങ് പോലെ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മണിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പൊ ഇനി മുതൽ എന്താ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എത്ര കൂടിയ സാലറി ഉണ്ടെങ്കിലും എത്ര കുറവുള്ള സാലറി ആണെങ്കിൽ പോലും അതിനകത്തുനിന്ന് ഒരു 1% 1000 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ, 10,000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ മാറ്റി വെച്ച് 9,000 രൂപ നമ്മൾ ചെലവാക്കിയാൽ മതി. പിന്നെ ആ 1000 രൂപ മാറ്റി വെച്ചാൽ 10 മാസമായി കഴിയുമ്പോൾ അതൊരു 10,000 രൂപയാകും. അങ്ങനെയാണ് അത് അങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് ചെറിയ ചെറിയ പൈസകളൊക്കെ അത് ഇരട്ടിച്ചിരട്ടിച്ച് വരുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നത്, വലിയ കാശുള്ളവരുടെയൊക്കെ കയ്യിൽ, പണക്കാരുടെ കയ്യിലൊക്കെ നിറയെ പൈസ ഉണ്ടാവുള്ളൂ, നമ്മളൊക്കെ പാവപ്പെട്ടവരാണ്, നമ്മുടെ ഒന്നും കയ്യിലൊന്നും 1 രൂപ പോലും നിൽക്കത്തുമില്ല, ഉണ്ടാകത്തുമില്ല. അല്ലെങ്കിൽ വിചാരിക്കും, എന്തിനാണ് അധികം പൈസ, അന്നന്ന് ജീവിച്ചു പോയാൽ പോരാ. നമുക്ക് എപ്പോഴും മനുഷ്യനാണോ മരിക്കുന്നവരെ എപ്പോഴും ഫിനാൻഷ്യൽ ഫ്രീഡം ഓരോ വ്യക്തികൾക്കും, അത് ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം. നമുക്ക് ആരോഗ്യം, നമ്മുടെ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് വേണം നമ്മൾ ഇതെല്ലാം ചിന്തിക്കാനും നമ്മളിത് പ്രവർത്തിക്കാനും. കുറച്ചും കൂടി പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻസിനൊക്കെ പെയിൻ ആകും, മസിലൊക്കെ സ്റ്റിഫ്നെസ് ബാധിക്കാൻ തുടങ്ങും, സ്പൈനൊക്കെ ബെൻഡായി തുടങ്ങും, പിന്നെ നമുക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞു തുടങ്ങും, നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ലെവൽ നമുക്ക് കുറയും. അപ്പം നമുക്ക് നമ്മുടെ
യങ്ങർ സ്റ്റേജിലാണ് നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെക്കേണ്ടത്. പലരും ഇതൊന്നും പ്ലാൻ ചെയ്യാതെ അവസാനം ഒരു ഏജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലി ചെയ്യാനൊന്നും വയ്യാത്ത ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ഒരു 100 രൂപയ്ക്ക് വേണ്ടി പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടും. അപ്പൊ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ സാലറി ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള മണി നമ്മൾ ഒരു കുഞ്ഞു പൈസ നമ്മൾ സേവ് ചെയ്ത് മാറ്റി വെച്ചിരിക്കണം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, എനിക്ക് ഇത് പിന്നെ എനിക്ക് പിന്നെ ഞാൻ പാവപ്പെട്ടതാ, എൻ്റെ കയ്യിൽ ഇത്രയൊന്നും പൈസ ഇല്ല, ഉള്ളത് കൊണ്ടൊക്കെ ജീവിച്ചമ്മയെന്ന്. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആയി കിടക്കുന്നതുകൊണ്ട് അത് തന്നെ നമ്മളിലേക്ക് തിരികെ വരുള്ളൂ. അപ്പം നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടില് നമ്മുടെ നമുക്കൊരു വീട്ടുവേലക്കാരനുണ്ട്. ആ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞയക്കുക. സുഹൃത്ത് വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞയക്കുക. നമ്മൾ പോകാനെത്തി വേലക്കാരനോട് നമ്മൾ ഈ ജോലിക്കാരനോട് എന്താ പറഞ്ഞു വിടണേ, നീ അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ട് ഒരു വൈകുന്നേരം കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരണം, ഇങ്ങനെ പറഞ്ഞ് നിർദ്ദേശം കൊടുത്തല്ലേ നമ്മൾ ആ ജോലിക്കാരനെ വിടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വിടുന്നത്. അല്ലാതെ പോയ വഴിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ഇതുപോലെ ആ വേലക്കാരൻ അവിടെ പോയി ജോലി ചെയ്തിട്ട് സുഹൃത്തിന്റെ വീട്ടിൽ പോയി ജോലി ചെയ്തിട്ട് വൈകുന്നേരം നമ്മുടെ യജമാനായ നമ്മുടെ അടുത്തേക്ക് തന്നെ തിരികെ വരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മണി. നമ്മുടെ മണിയുടെ യജമാനൻ, നമ്മുടെ മണിയുടെ ബോസ് നമ്മൾ തന്നെയാണ്. നമ്മളാണ് ആ മണിയോട് പറയുന്നത്, നീ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നവർക്ക് ഇന്ന ആവശ്യങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളാണ് അതിനെ നമ്മൾ ചെലവാക്കുന്നത്. നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയ പൈസ ആണെങ്കിൽ പോലും അതിന്റെ ബോസ് നമ്മളാണ്. അപ്പൊ നമ്മള് ഇതുപോലെ നമ്മൾ ഈ മണി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ മണിയോട് നമ്മൾ പറയുന്നത്, മണി ബ്ലെസ് ദിസ് വേൾഡ് ആൻഡ് കം ബാക്ക് മീ വിത്ത് യുവർ ഫ്രണ്ട്സ്. നീ ലോകത്തിലെ എല്ലാ വ്യക്തികളെയും പോയി സഹായിച്ചിട്ട് നീ നിന്റെ സുഹൃത്തുക്കളെയും കൂട്ടി, അതായത് ഇരട്ടിയായിട്ട് എന്നിലേക്ക് തന്നെ മടങ്ങി വരിക എന്ന് പറഞ്ഞിട്ട് വേണം ഈ മണി നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നമുക്കിപ്പോൾ ഒരു 1000 രൂപ, ഒരു 2000 രൂപയൊക്കെ വേണം, അത്യാവശ്യമാണ്, അർജന്റായിട്ട് നമുക്ക് പൈസ വേണം. നമ്മളത് അങ്ങനെ ആഗ്രഹിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളിലേക്ക് ചിലപ്പം അത് 2000, 3000, 5000 ആയിട്ട് നമ്മൾ ആഗ്രഹിച്ചത് 1000 ആണെങ്കിൽ കൂടുതൽ മണി നമ്മളിലേക്ക് തിരിഞ്ഞു വരും, നമ്മളെ തേടി വരും. അത് മണി മെഡിറ്റേഷൻ അല്ലാന്നുണ്ടെങ്കിൽ മണിയെക്കുറിച്ച് പിന്നെ അഫർമേഷൻസ് അല്ലെങ്കിൽ ആ മണി മാനിഫെസ്റ്റേഷൻ ചെയ്ത് അങ്ങനെയുള്ള വ്യക്തികളിലേക്കാണ് അത് കടന്നു വരുന്നത്. അപ്പൊ നമ്മളിത് കേട്ടിട്ട് വെറുതെ അങ്ങനെ ഇരിക്കാതെ നമ്മൾ ആ മണിയെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങണം. നമ്മുടെ നിഴല് പോലെ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ, നമ്മുടെ സകല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മുടെ കൂടെ നടക്കുന്നതാണ്. അതിനോട് നമ്മൾ ഐ ലവ് യു എന്ന് തന്നെ പറയണം. ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ നമ്മോട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അത് നമ്മളെ സ്നേഹിച്ചു തുടങ്ങും. എത്ര നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തവരാണെങ്കിലും നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും അന്വേഷിക്കുമ്പോൾ അത് ആ പണം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. ചിലപ്പം ആരെങ്കിലും നമ്മൾ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വായ്പയായിട്ട് തരുന്നത്, എന്നാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും പറ്റും. അപ്പൊ അതിന് പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പൊ മണിയെക്കുറിച്ചുള്ള ഈ രഹസ്യം നമുക്ക് അറിയാതെ പോകുന്നതുകൊണ്ടാണ് ഈ പൈസ ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കാത്തത്. അപ്പൊ എപ്പം നമ്മൾ പൈസ ആർക്ക് കൊടുത്താലും, ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും, അതൊരു ബ്ലേഡ് പലിശക്കാരന് വേണ്ടി നമ്മൾ കൊടുത്താൽ പോലും ആ മണിയോട് നന്ദി പറഞ്ഞിട്ട് ആ മണിയോട് പറയുക, നീ പോയിട്ട് ആ മണിയെ നമ്മൾ അനുഗ്രഹിച്ച് അയച്ചിട്ട് എന്നോട് പറയുക, നീ എന്നിലേക്ക് തന്നെ നീ മടങ്ങി വരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവൻ നമ്മിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. അപ്പം ഇതുപോലെ ഞാൻ അഫർമേഷനൊക്കെ എഴുതിയ എൻ്റെ ഒരു വലിയൊരു സക്സസ് സ്റ്റോറി, അത് ഏകദേശം 95% എനിക്കത് സക്സസ് ആയി. ഇനി ഒരു 5% കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അഫർമേഷൻ എഴുതി മാനിഫെസ്റ്റേഷൻ ചെയ്തൊക്കെ നേടിയെടുത്തതാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതുപോലെ മണി സംബന്ധമായ കാര്യങ്ങൾ ഞാൻ അഫർമേഷൻ ചെയ്തും മാനിഫെസ്റ്റേഷൻ ചെയ്തും ഒക്കെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എത്ര പൈസ ഇല്ലാത്ത ആൾക്കാരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അതിനോട് എപ്പോഴും നമ്മൾ പറയുക, ഇങ്ങനെ നമ്മൾ ഐ ലവ് യു മണി, ഐ ആം ഹാപ്പി, ഇങ്ങനെയൊക്കെ അഫർമേഷൻസ് പിന്നെ
നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലായിരുന്നോ, നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളൊന്നും ഇല്ലാണ്ടാകും. ആ ഇല്ലാതായി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമ്മളിൽ നിന്ന് ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ മെല്ലെ 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 ഔട്ടായി പോകുന്നു, നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അറിവെന്ന് പറയുന്നത് എപ്പോഴും പ്രകാശമാണ്. പ്രകാശം നമ്മുടെ അന്ധകാരത്തെ നീക്കിക്കളയും. അറിവില്ലായ്മയുടെ നമ്മുടെ ഹൃദയങ്ങളിലുള്ള അറിവില്ലായ്മയുടെ അന്ധകാരത്തെ നീക്കിക്കളയട്ടെ ഓരോ അറിവുകളും, അത് ആരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും നീക്കിക്കളയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നമുക്ക് ഇനിയും വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.